സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത് ബ്ലാക്ക്മെയിൽ ചെയ്തു എന്ന പരാതിയുമായി നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോൻ ആലുവ സ്വദേശിയായ നടിക്കെതിരെയും ഇവരുടെ അഭിഭാഷകനെതിരെയും DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആരാണ് ചോദിച്ചത്? മുകേഷിനടക്കം പരാതി നൽകിയിട്ടുള്ള ആലുവ സ്വദേശിയായിട്ടുള്ള നടിയും ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ഇവരുടെ അഭിഭാഷകനുമാണ് പണം ലക്ഷ്യമിട്ട് തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുവെന്ന് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും നൽകിയ പരാതിയിൽ ബാലചന്ദ്ര മേനോൻ പറയുന്നത്. അദ്ദേഹമാണ് ആദ്യമേ നടത്തിയത്. ആദ്യത്തെ വില്ലൻ പുള്ളിക്കാരനാണ്. ഇതേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ടിംഗ് നടന്നത്. എന്താ കഥ? നിന്നെ ഞാൻ മറക്കേ. കഴിഞ്ഞ സെപ്റ്റംബർ 13-ാം തീയതി തനിക്കൊരു ഫോൺ കോൾ വന്നിരുന്നു. എന്നിട്ട് സന്ദീപ് എന്നാണ് പരിചയപ്പെടുത്തിയത്. 3 ലൈംഗിക പീഡന കേസുകൾ താങ്കൾക്കെതിരെ വരുന്നു എന്നൊരു മുന്നറിയിപ്പ് നൽകി. അവർക്ക് ചേർന്ന ആള് തന്നെയാ. പക്ഷെ ആ ഫോൺ കോൾ തന്നെ അപ്പോൾ കട്ട് ചെയ്തു. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ നടി, അതായത് ഇപ്പോൾ മുകേഷിനടക്കം മണിയമ്പിള്ള രാജുവിനടക്കം എതിരെ പരാതി പറഞ്ഞിട്ടുള്ള നടി സമൂഹ മാധ്യമത്തിൽ തന്റെ അടക്കം ഫോട്ടോ ഷെയർ ചെയ്തുകൊണ്ട് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ് ലൈംഗിക ആരോപണങ്ങൾ സൂചിപ്പിക്കുന്ന ചില പോസ്റ്റുകൾ ഇട്ടു. അത് ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ച് തനിക്കെതിരെ വലിയ ദുഷ്പ്രചരണമാണ് നടക്കുന്നത്. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. 47 വർഷമായി താൻ മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്നു. തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമെന്നാണ് ഇപ്പോൾ പരാതിയിൽ പറയുന്നത്. ഇതേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് സിനിമ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ടിംഗ് നടന്നത്. ജയസൂര്യയും ഇതേ നടിയെ അപമാനിച്ചു എന്നിട്ടുള്ള പരാതി വന്നിട്ടുള്ളത്. ആ ഘട്ടത്തിൽ തന്നെ മൊഴിയെടുത്തിരുന്നു പോലീസ്. ഈ വിവരങ്ങളെല്ലാം പോലീസിന് കൈമാറിയെന്നും ഇപ്പോൾ ബാലചന്ദ്ര മേനോൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ കത്തിൽ പറയുന്നുണ്ട്. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തേക്കണടാ.